അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1235. ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഖാൽ, സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ തത്വഹറ ഫി ബൈത്തിഹി, ആരെങ്കിലും വീട്ടിൽ വെച്ച് അംഗശുദ്ധി വരുത്തി വുദു എടുത്ത് ശുദ്ധിയായി, സുമ്മ അത്ത മസ്ജിദ ഖുബാ, പിന്നെ ഖുബാ പള്ളിയിൽ വന്നു, ഖുബാ പള്ളിയിലേക്ക് പോയി, ഫസ്വല്ല ഫീഹി സ്വലാത്തൻ, അവിടെ വെച്ച് ഖുബാ പള്ളിയിൽ വെച്ച് ആരെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചാൽ, കാന ലഹു കഅജ്രി ഉംറ, ഒരു ഉംറ ചെയ്ത പ്രതിഫലം, അതിന് തുല്യമായൊരു പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദീനയിലെ ഒന്നാമത്തെ പള്ളിയാണ് മസ്ജിദ് ഖുബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ആദ്യമായി അവിടുത്തെ ഒട്ടകം മുട്ടുകുത്തി അവിടെ നിർമ്മിച്ച വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ അധിഷ്ഠിതമായ തറക്കല്ലിടപ്പെട്ട പള്ളി എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ മദീനയിലെ ഒന്നാമത്തെ പള്ളിയായ മസ്ജിദ് ഖുബാ. ഈ ഖുബായിൽ വെച്ചുള്ള ഒരു നിസ്കാരത്തിന്റെ പ്രതിഫലം അതിന് ഉംറക്ക് തുല്യമാണ്, അതിന് ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് റൂമിൽ നിന്ന്, വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തിയിട്ട് ഖുബാ പള്ളിയിലേക്ക് പോകണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശനിയാഴ്ച ദിവസവും മാഷിയും വറാക്കിബൻ, നടന്നുകൊണ്ടും വാഹനം കയറിയും ഖുബാ പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ടായിരുന്നു. അത് അവിടുത്തെ അവസാനം വരെ, മരണം വരെ അത് നിലനിർത്തിയിരുന്നുവെന്ന്, മരണശേഷം സ്വഹാബത്തും അത് പിൻപറ്റി ആ പ്രകാരം ചെയ്യാറുണ്ടായിരുന്നു. അത്രയും മഹത്വമുള്ള, പുണ്യമുള്ള പള്ളിയാണ് മസ്ജിദ് ഖുബാ. ആ ഖുബാ പള്ളിയുടെ ചുമരിൽ തന്നെ ഈ ഹദീസ് എഴുതി വെച്ച് നമുക്ക് കാണാം. അതുകൊണ്ട് മദീനയിൽ എത്തുന്ന ആളുകളൊക്കെ ഖുബാ പള്ളി സന്ദർശിക്കാതിരിക്കരുത്, അവിടെ പോയി നിസ്കരിക്കണം. ശനിയാഴ്ച കഴിയുമെങ്കിൽ ശനിയാഴ്ചയിൽ തന്നെ പോയി അവിടെ നമ്മൾ നിസ്കാരം നിർവഹിക്കണം. അത് ഉംറയുടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുബാ പള്ളിയിലും അതുപോലെ മസ്ജിദ് നബവിയിലും അതുപോലെ മഹത്വമുള്ള എല്ലാ പള്ളികളിലും പോയി ഇബാദത്തുകൾ ചെയ്യുന്നത് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.